ഹായ് ഗൈസ്, എല്ലാവർക്കും ബേസിക്കുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 140/2024 LD ക്ലർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതൊരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ഇവ മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിന്റെ ആദ്യ പടിയായിട്ട് കണക്കാക്കപ്പെട്ടു. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ സർദാർ KM പണിക്കർ അല്ലായിരുന്നു, ഫസൽ അലി ആയിരുന്നു. സർദാർ KM പണിക്കർ അതിലൊരു അംഗമായിരുന്നു. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? 3 അപ്പോൾ അതൊഴികെയുള്ള 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ശരിയായിട്ടുള്ളത് 1, 3, 4 ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട്, ഷുഗർ ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിൽ ഒരു ചുങ്കം ചുമത്തി. ബ്രിട്ടീഷ് ധനകാര്യ മന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൽസ് ആണ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കിയത്. ഇവ മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യന്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. ഇത് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിന്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എന്റെ സമരം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് 3ാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സന്നദ്ധ സേനയായിരുന്നു ബ്ലാക്ക് ഷർട്ടുകൾ. ബ്ലാക്ക് ഷർട്ടുകളല്ല ഹിറ്റ്ലർ രൂപീകരിച്ചത്, ബ്രൗൺ ഷർട്ടുകളാണ്. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. ഇവിടെ 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതിനാൽ 1, 2, 4 ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിലൊന്നാണ്, ഏറ്റവും ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 കൂടാതെ ഖേദയും അഹമ്മദാബാദും 1918 നടന്നത്. ഇവിടെ 2, 3, 4 ശരിയായിട്ട് വരുന്നത്. ബർദോളി എന്നാണ് നടന്നത്? 1928 നടന്നത്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ എല്ലാം ശരിയാണ്. മികച്ച നടൻ ജെസി പ്ലമോൺസ് ആയിരുന്നു. മികച്ച നടി എമീലിയ പെരസ് ആയിരുന്നു. ജൂറി പ്രൈസ് എമീലിയ പെരസിനായിരുന്നു. മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ് ആയിരുന്നു. ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രോട്ടോകോൾ ഏതാണ്? ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ആനർ, ഗിർന എന്നിവ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ആനർ, ഗിർന എന്നിവ താപ്തിയുടെ പോഷക നദികളാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഇവിടെ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ളവയെ ഈസ്റ്റിങ്സ് എന്നാണ് പറയുന്നത്. കർണാടകയിലെ ആദി ചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? ആദി ചുഞ്ചനഗിരി മയിലുമായിട്ട് ബന്ധപ്പെട്ട പക്ഷി സങ്കേതമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂവുടമ സമ്പ്രദായം ഏതെല്ലാമാണ്? സെമീന്ദാരി സമ്പ്രദായം, റയട്ട്വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം, ഫ്യൂഡൽ സമ്പ്രദായം ഇവയെല്ലാം ഇന്ത്യയിൽ നിലനിന്നിരുന്നതാണ്. അതിനാൽ ഓപ്ഷൻ സി എല്ലാം ശരിയാണ് എന്നതാണ്. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളത് കുടുംബങ്ങൾ, സംരംഭങ്ങൾ എന്നിവയാണ്. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ഏതാണ്? തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം വാർത്താവിനിമയമാണ്. ഖനനവും മൃഗപരിപാലനവും പ്രാഥമിക മേഖലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്വിതീയ മേഖലയിലുമാണ് വരുന്നത്. താഴെ 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഒന്ന് അസേർഷനും റീസണുമാണ്. അതിലെ അസേർഷൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. ഇതിൽ ഉചിതമായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ്. ഇവിടെ അസേർഷനും റീസണും ശരിയാണ്. അതുപോലെ തന്നെ 6 കൃത്യമായിട്ടുള്ള വിശദീകരണവുമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ചേരുംപടി ചേർക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്തുമായി ബന്ധപ്പെട്ടതാണ്? സാർവത്രിക ബാങ്കിംഗ് സേവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയോ? കൗശൽ വികാസ് യോജന ഹ്രസ്വകാല തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ പഞ്ചായത്തി രാജുമായിട്ട് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. PM ഗ്രാം സഡക് യോജന എന്നത് ഗ്രാമീണ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വരുന്നത് സാർവത്രിക ബാങ്കിംഗ് സേവനം. ബി വരുന്നത് 1 ആണ്. ഹ്രസ്വകാല തൊഴിൽ പരിശീലനമാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും PM ഗ്രാം സഡക് യോജന ഗ്രാമീണ റോഡ് വികസനത്തിനുമുള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിൽ മില്ലറ്റ്സ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മില്ലറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനാണ്. PM സൂര്യാഘർ മുഫ്തി ബിജ്ലി യോജനയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ അനുയോജ്യമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ളവ നോക്കാം. PM സൂര്യാഘർ മുഫ്തി ബിജ്ലി യോജന ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവ 3മാണ് ഇതുമായിട്ട് ബന്ധമുള്ളവ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണ്? ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കറും കൂടി അവതരിപ്പിച്ചു. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. ഇവ രണ്ടും തെറ്റാണ്. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. 3ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരിൽ ശരിയായത് ഏതെല്ലാമാണ്? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും നെഹ്റു ആയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അംബേദ്കർ അല്ലായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇവിടെ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ
പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിലല്ല 3 രീതിയിലാണ് പൗരത്വം നഷ്ടമാകുന്നത്. പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം എന്നിവയാണ് ആ 3 രീതികൾ. അതിനാൽ 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. 1955 പൗരത്വ നിയമം അനുസരിച്ച് 5 രീതിയിലാണ് പൗരത്വം നേടിയെടുക്കാവുന്നത്. ഇവിടെ 1ഉം 3ഉം ശരിയാണ്. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 5 മുതൽ 11 വരെ പാർട്ട് 2 പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രമാണ് പൗരത്വം നേടാമെന്നതാണ്. 3 രീതിയിലല്ല 5 രീതിയിലാണ് പൗരത്വം നേടാവുന്നത്. ബൈ ബർത്ത്, രജിസ്ട്രേഷൻ, പിന്തുടർച്ച, ചിരകാലവാസം, പ്രാദേശിക സംയോജനം എന്നിവയാണ് ഈ 5 മാർഗങ്ങൾ. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഇവയിൽ ഏതാണ്? പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ലോകസഭയുടെ കാലാവധി നീട്ടി. 7ാം പട്ടികയിൽ നിന്നും സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 10 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല. 42ാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ ഈ 4ാമത്തെ ഓപ്ഷൻ തെറ്റാണല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 7ാം പട്ടികയിലേക്ക് മാറ്റിയത് 10 വിഷയങ്ങളല്ല, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 10 വിഷയങ്ങളല്ല, 5 വിഷയങ്ങളാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു? ഇത് 18ാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ 1ഉം 2ഉമാണ് യോജിക്കുന്ന പ്രസ്താവനകൾ. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏത് ആർട്ടിക്കിൾ ആണെന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് കൊച്ചി വിമാനത്താവളമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു? 100 തൊഴിൽ. ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ് ആണ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ഓപ്ഷൻ എ ആട്ടമാണ് ശരിയായിട്ടുള്ള ഉത്തരം. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ്? മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം. നിപ്പ അസുഖമുണ്ടാക്കുന്ന രോഗാണു ഏതാണ്? നിപ്പയുണ്ടാക്കുന്നത് വൈറസ് ആണ്. ഹരിതഗ്രഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഇവിടെ ഓക്സിജൻ ആണ് ഒരു ഹരിതഗ്രഹവാതകം അല്ലാത്തത്. കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും നൈട്രസ് ഓക്സൈഡും ഹരിതഗ്രഹവാതകങ്ങൾക്ക് ഉദാഹരണമാണ്. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്?
മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതെല്ലാമാണ്? വ്യായാമക്കുറവ് ഒരു ജീവിതശൈലി രോഗമുണ്ടാകുന്നതിനുള്ള കാരണമാണ്. അമിത ഭക്ഷണം ജീവിതശൈലി രോഗത്തിനുള്ള ഒരു കാരണമാണ്. 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ്? ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടുന്നവയാണ് ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവ. എന്നാൽ ത്രോംബോസൈറ്റ് അതിൽ ഉൾപ്പെടുന്നതല്ല. DNA-യിലെ നൈട്രോജൻ ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഇവിടെ യുറാസിലാണ് DNA-യുടെ നൈട്രജൻ ബേസിൽ ഉൾപ്പെടാത്തത്. യുറാസിൽ കാണപ്പെടുന്നത് RNA-യിലാണ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ് DNA-യിൽ ഉൾപ്പെടുന്നവ. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ്? നിശാന്തത ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സൗരചൂളയിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം എന്താണ്? ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം അഭികേന്ദ്ര ബലമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ രാജ്യം ഏതാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് ഇന്ത്യയാണ്. 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിക്കാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ ആണ്. അക്വ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? അക്വ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിനുള്ള കാരണം സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവാണ്. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. ഇവിടെ അലോഹങ്ങൾ കാർബണും നൈട്രജനുമാണ്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 51ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. 52 മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? ഏതാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? സംക്ഷേപ വേദാർത്ഥമാണ്. ഇത് രചിച്ചത് ആരാണ്? ഫാദർ ക്ലെമന്റ് പിയാനിയസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിന്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? CJ തോമസിന്റെ നാടകങ്ങളാണ് അവൻ വീണ്ടും വരുന്നു, 1128, ക്രൈം 27. 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏതു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? മനുഷ്യാലയ ചന്ദ്രിക എന്നത് ഗാർഹിക വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാമാണ്? കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം എന്നിവയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാമാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച 2022 കൃതികളാണ് സമ്പർക്ക ക്രാന്തിയും മുഴക്കവും. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അവ നമുക്ക് നോക്കാം. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായിട്ടുള്ള രാജ ഫലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. 2023 ദേശീയ ഗെയിംസിന് വേദി ഒരുങ്ങിയത് ഗോവയിലാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സജൻ പ്രകാശ് സ്വർണം നേടി. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ മെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ.
ഡ്രാഫ്റ്റുകൾ എന്നാൽ അയച്ചവയല്ല, അതിനാൽ ആ പ്രസ്താവന തെറ്റാണ്. BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. അത് ശരിയാണ്. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്നതിനുള്ള HTML ടാഗ് ഏതാണ്? മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്നത് ഓപ്ഷൻ ഡി ഹെഡ് എന്ന HTML ടാഗ് ഉപയോഗിച്ചിട്ടാണ്. പ്രകാരം സൈബർ ഭീകരത വരുന്നത് എവിടെയാണ്? സൈബർ ഭീകരത വരുന്നത് 66F-ലാണ്. പ്രോഗ്രാമിങ്ങിൽ ഒരു വേരിയബിളിൻ്റെ ഉപയോഗം എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാന്തർ, ജാഗ്വാർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? പാന്തർ, ജാഗ്വാർ, പ്യൂമ, ചീറ്റ എന്നിവ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത് വകുപ്പ് 5(2) പ്രകാരമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം എത്രയിൽ കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പരാതി നൽകാം. ഓപ്ഷൻ ഡി 50 ലക്ഷമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ആരാണ്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുന്നത്? സംരക്ഷണ ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്, താമസ ഉത്തരവ് ഇവയെല്ലാം മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ സാധിക്കും. അതിനാൽ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ് ശരിയായ. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ആചരിക്കുന്നത് മാർച്ച് 15-നാണ്. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമം പാസാക്കി? ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് പാസാക്കിയത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഈസ് കോൾഡ്. എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഈസ് കോൾഡ്. അതിൻ്റെ കളക്റ്റീവ് നൗൺ ആയിട്ട് വരുന്നത് പോഡാണ്. ആൻറ്റോണിം ഓഫ് കണ്ടാമിനേറ്റ് ഈസ്. കണ്ടാമിനേറ്റിൻ്റെ ആൻറ്റോണിം ആയിട്ട് വരുന്നത് പ്യൂരിഫൈ എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. പഴശ്ശിരാജ പുട്ട് അപ്പ് എ ബ്രേവ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നിമി said, I have been writing this letter. Change it into indirect speech. Mimi said that she had been writing that letter. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചൂസ് ദ കറക്റ്റ് നൗൺ ഫോം ഫോർ എ മെയിൽ സ്വാൻ. മെയിൽ സ്വാനിൻ്റെ നൗൺ ഫോം കോബ് എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അവർ ന്യൂ എംപ്ലോയ് ഈസ് good at thinking out of the box. By the time we had reached the station, the guard had blown the whistle. The synonym of the word eloquent is option C fluent ആണ്. She gave me the book that I wanted. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. പണിക്കാരി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി സ്ത്രീലിംഗമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം സലിംഗ ബഹുവചനമാണ്. ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള വാക്യം. ഇവിടെ വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണ് നിറയിക്കുന്നതായിരുന്നു എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം. ഉചിതമായ മറുപടി. അടിവരയിട്ട വാക്യത്തിന് അനുയോജ്യമായിട്ടുള്ള ശൈലി ഏതാണ്? ഉചിതമായ മറുപടി എന്നതിന് ഉരുളയ്ക്കുപ്പേരി എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചൂതം, തേന്മാവ്, രസാലം എന്നിവ മാവിൻ്റെ പര്യായങ്ങളാണ്. എന്നാൽ ഛത്രം എന്നത് കുടയുടെ പര്യായമാണ്.
അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഗ്രം എന്നതിൻ്റെ വിപരീതം എന്താണ്? ഉഗ്രത്തിൻ്റെ വിപരീതം ശാന്തമാണ്. പിൽക്കാലം എന്നത് പിരിച്ചെഴുതുമ്പോൾ പിൻ പ്ലസ് കാലം എന്നാണ് വരുന്നത്. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഐഹികം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.